കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി നാം മിഷനെ അറിഞ്ഞു, മിഷനെ സ്നേഹിച്ചു. ഇനി എങ്ങനെ നല്ലൊരു മിഷണറി ആകാം? നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, ഇടവകയിൽ, ഭവനങ്ങളിൽ ഒരു നല്ല മിഷണറി ആകുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും എന്നതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ലഭിക്കുവാനായി കടുകുമണി കൂട്ടുകാരോടൊപ്പം നമുക്കും ചേരാം. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്ന് നമ്മൾ പഠിച്ചു. സഭ ഒരു ആരാധനാ സമൂഹമാണെന്ന് നമ്മൾ പഠിച്ചു. സഭ ഒരു വിശ്വാസ സമൂഹമാണെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് മുതൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെയാണ് യേശുവിന് സാക്ഷികളാകേണ്ടത് എന്നാണ്. പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്, അതുവഴിയായി യേശുവിൻ്റെ സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. യേശുവിന് വേണ്ടി സാക്ഷികളാകുവാൻ വേണ്ടി പരിശ്രമിക്കാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, അനേകം കാര്യങ്ങൾ പഠിച്ചു അല്ലേ? സഭ പ്രേക്ഷിതയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഭ ഒരു ആരാധനാ സമൂഹമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഭ ഒരു വിശ്വാസ സമൂഹമാണെന്ന് പഠിച്ചു. വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന സിദ്ധാന്തങ്ങൾ എന്താണ്, തിന്മകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ടേ? വേണ്ടേ? യേശുനാഥൻ നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സോന നമുക്ക് വേണ്ടി അത് വായിക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാണ്, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവൻ. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇതുതന്നെയാണ്. നിങ്ങൾ ദൈവത്തിന് സാക്ഷികളാകുവിൻ. കാരണം സാക്ഷികളാകുവാനുള്ള ആ ശക്തി, ആ എനർജി, ആ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കടുകുമണി അപ്പസ്തലോയിലെ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിലൂടെയെല്ലാം എങ്ങനെയാണ് സാക്ഷികളാകേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സാക്ഷികളാകണം. അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഉണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. ആൽഫി നമുക്ക് വേണ്ടി വായിക്കും. മത്തായി 5:16. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എങ്ങനെയാണ്? നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട്. കണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ കണ്ടാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കേണ്ടത്, യേശുവിന് സാക്ഷ്യം നൽകേണ്ടത്. അതാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ആരാധനകൾ കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം ഇത് ക്രിസ്തു ശിഷ്യരാണ് എന്നുള്ളത്. നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. അന്നു നമുക്ക് വേണ്ടി അത് വായിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ 13:35. ഉണ്ടോ? പരസ്പരം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം മറ്റുള്ളവർ അറിയണം നിങ്ങൾ ക്രിസ്തു ശിഷ്യരാണ് എന്നുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രകാശിക്കണം. ഇനി അതെങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തി എന്താകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരസ്പര സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കി മറ്റുള്ളവരോട് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇതാണ് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആരാധനാ സമൂഹമായി, ഒരു വിശ്വാസ സമൂഹമായി, ദൈവവചനം ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏക മാർഗമാണ് നമ്മുടെ സത്പ്രവൃത്തികളും പരസ്പര സ്നേഹവും. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെയാണ്, ഏതെല്ലാം തലത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്, ഏതെല്ലാം തലത്തിലാണ് നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. എവിടെയായിരിക്കുമ്പോഴാണ് നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കേണ്ടത് എന്ന് നമുക്ക് പഠിച്ചു നോക്കാം. 3 തലത്തിലാണ് നമുക്കുള്ളത്. 1, കുടുംബ തലത്തിൽ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എൻ്റെ പപ്പായോടും മമ്മിയോടൊത്തായിരിക്കുമ്പോൾ, എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടൊത്തായിരിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളോടൊത്തായിരിക്കുമ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകാൻ സാധിക്കണം.
ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച യേശുവിനെ അവർക്ക് പകർന്നു കൊടുക്കണം. അവരെ അനുസരിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരോട് താഴ്ന്നുകൊണ്ട്, അവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ കുഞ്ഞുമക്കളാണ്. എന്തെല്ലാം പ്രതീക്ഷകളാണ് നമ്മുടെ പപ്പായ്ക്കും മമ്മിക്കും നമുക്ക് വേണ്ടിയുള്ളത്. അത് പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ യേശുവിന് സാക്ഷികളാകുന്നത്. യേശുവിന് സാക്ഷികളാകുന്നത് ഒന്നിച്ച് വന്ന് കുരിശ് വരച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട്, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്, എൻ്റെ പപ്പായും മമ്മി എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്നെ തിരുത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട്, അത് ഞാൻ അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകുകയാണ്. അപ്പം അങ്ങനെയാണ് ഒന്നാമതായിട്ട് കുടുംബങ്ങളിൽ നമ്മൾ യേശുവിന് സാക്ഷി നൽകണം. രണ്ടാമതായിട്ട് ഇടവകകളിൽ ഉള്ള സാക്ഷ്യം, രണ്ടാമത്തെ തലം എന്ന് പറയുന്നതാണ്. ഇടവക, നമ്മുടെയൊക്കെ ഇടവകയിലേക്ക് നമ്മൾ ചെല്ലുന്നത് എന്തിനാണ്? ഞായറാഴ്ച കുർബാനയ്ക്കും കാറ്റഗിസത്തിനും അല്ലേ? വേദപാഠം പഠിക്കാനും ഞായറാഴ്ച കുർബാന പങ്കെടുക്കുവാനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. അതല്ല, അതിനേക്കാൾ ഉപരിയായി അവിടെ പോയി യേശുവിന് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിക്കണം. എൻ്റെ ഇടവകയിൽ കുറച്ച് പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കണം. രോഗിയായിട്ടൊരു അപ്പച്ചൻ കിടപ്പുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാൻ പോകണം. മമ്മിയോട് പറയുകയാണ്, പപ്പയോട് പറയുകയാണ്, മമ്മി പപ്പ ഇന്ന് പള്ളിയിൽ കഴിയുമ്പോഴത്തേക്കും ഇന്ന വീട്ടിൽ ആ ചാച്ചൻ സുഖമില്ലാതിരിക്കുകയെന്ന് അറിഞ്ഞത്, ഞാൻ അവിടം വരെ ഒന്ന് പൊക്കോട്ടെ, ഒന്ന് പോയി പ്രാർത്ഥിച്ചോട്ടെ, ഒന്ന് പോയി അന്വേഷിച്ചോട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഇടവകയിൽ ആരെങ്കിലും ഒരാൾ രോഗിയെ കിടപ്പുണ്ട്, ഒരു ആക്സിഡൻറ്റ് പറ്റി കിടപ്പുണ്ട്, അവിടെ പോവുകയാണ്, അവരെ അന്വേഷിക്കുകയാണ്, അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഇടവകയിൽ ഏതെങ്കിലും ഒരു കൊച്ചു തീർത്തും പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്, അപ്പോൾ എനിക്ക് അല്പസമയം എക്സ്ട്രാ ഉണ്ട്, ഞാൻ ആ കൊച്ചിനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്പസമയം ചെലവഴിച്ചോട്ടെ. ഇതാണ് ഈ വേദപാഠ ക്ലാസ്സും കുർബാനയേക്കാൾ ഉപരിയായിട്ട് പ്രേക്ഷിതരാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വേദപാഠ ക്ലാസ്സിൽ പോവുകയും തന്നെ ഒരു സാക്ഷ്യമാണ്. അതിനേക്കാൾ നമ്മൾ കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവരാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യണം, ഇറങ്ങിത്തിരിക്കണം. മൂന്നാമതായിട്ട് വ്യക്തിതലത്തിൽ, സമൂഹതലത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് തന്നെ സാക്ഷ്യം നൽകണം. അതോടൊപ്പം തന്നെ എൻ്റെ സമൂഹത്തിൽ, ഞാൻ എവിടെയായിരുന്നാലും, ഞാൻ സ്കൂളിലായിക്കോട്ടെ, ഞാൻ ഏതെങ്കിലും ടൗണിലായിക്കോട്ടെ, അവിടുത്തെ എൻ്റെ നിപ്പ്, എൻ്റെ ഭാവം, എൻ്റെ നോട്ടം, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവൃത്തികൾ അത് വ്യത്യസ്തമായിരിക്കണം. അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കണം. അത് കാണുമ്പോൾ തന്നെ, പറയാതെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം, ഈ കൊച്ച് എവിടുന്ന് വരുന്നതാണ്, അന്വേഷിക്കണം. അവർ വൈദികർ അല്ലെങ്കിൽ മിഷണറിമാർ വടക്കേ ഇന്ത്യയിൽ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷ വലയം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു. അവരെ കാണുമ്പോഴത്തേക്ക് ഗ്രാമവാസികൾ ചോദിക്കുകയാണ്, ഇതാരാണ്? നോക്കിയേ, വിദേശിയായ ഒരാൾ വന്നിരിക്കുന്നു, ഇവിടെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ പ്രവൃത്തി കണ്ടതിന് ശേഷം അവരുടെ മനസ്സിൽ തന്നെ ചോദിക്കുകയാണ്, ഇതാരാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ഇതാ പലപ്പോഴും ചോദിക്കും, നമ്മുടെ ദുഷ്പ്രവൃത്തികൾ കണ്ടാലും ചോദിക്കും, ഇവൻ ആരാന്ന് ചോദിക്കും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട്, യേശുവിന് സാക്ഷ്യം നൽകുന്ന പ്രവൃത്തികൾ കണ്ട് നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കണം. അപ്പോൾ സാമൂഹ്യ തലത്തിൽ ഇതാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ക്ലാസ്സിൽ തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളൊരു ഭവനത്തിൽ പോവുകയാണ്. ഒരു ഭവനത്തിൽ പോയി അവിടെ ആ അപ്പച്ചനും അമ്മച്ചിയും അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി എങ്ങനെയാണ് പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിന് സാക്ഷ്യം നൽകി, ഓൾറെഡി പറഞ്ഞത് പുണ്യപ്രവർത്തികളിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയും എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകി ജീവിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരു ഇടവകയിലോട്ടും പോവുകയാണ്. അവിടെ പോയി ഇടവകയിലെ വികാരിയച്ഛനെ കാണുകയാണ്. ആ വികാരിയച്ഛനോടൊത്തായിരുന്നു കൊണ്ട് ഇടവകയിൽ എങ്ങനെയൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. പോകണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ തുടർന്ന് ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ ഒരു ഭവനത്തിലും ഒരു ഇടവകയിലും ആയിരുന്നുകൊണ്ട് നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഇതുതന്നെയാണ്. യേശുവിനോടൊത്തായിരിക്കുക, യേശുവിനെ അറിയുക, അറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ജീവിത സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി പഠിക്കുകയായിരുന്നു. ഒരു കുടുംബങ്ങളിലായിരിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ഭവനങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിത സാക്ഷ്യം നൽകേണ്ടത് എന്ന് നമ്മൾ കാണുവാൻ പോവുകയാണ്, അനുഭവിക്കാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന ഭവനം പാലാരൂപതയിലെ രാമപുരം ഇടവകയിൽ മുണ്ടപ്ലാക്കൽ രാജു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനമാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. അവിടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് 10 മക്കൾ. 10 മക്കളിൽ 2 പേർ സന്യാസ ജീവിതത്തിലേക്ക് വിളി സ്വീകരിച്ച് യേശുവിന് വേണ്ടി വേല ചെയ്യുകയാണ്. ഒരാൾ വടക്കേ ഇന്ത്യയിലും
മറ്റൊരാൾ വടക്കേ ഇന്ത്യയിൽ കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം ഇപ്പോൾ റോമിൽ ഇറ്റലിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കൾ 3 പേര് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനത്തിനാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭവനത്തിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ജീവിത സാക്ഷ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മൾ ഈ ഭവനത്തെ തിരഞ്ഞെടുത്തത്? ബാക്കിയുള്ള 8 മക്കൾ എല്ലാ മാസവും ഒന്നിച്ചു കൂടുകയും ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടുന്നു. അവർ ഒന്നിച്ച് വന്നതിന് ശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അവർ പരസ്പരം സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ, കഴിഞ്ഞൊരു മാസം അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ഈ മാസം ഈ ഭവനത്തിലാണെങ്കിൽ, രാജു ചേട്ടൻ്റെ ഭവനത്തിലാണെങ്കിൽ, അടുത്ത ദിവസം അടുത്ത മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഭവനത്തിലാണ് അവർ ഒന്നിച്ചു കൂടുന്നത്. അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ അവർ മാറി മാറി ഒരുമിച്ച് കൂടുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒന്നിച്ചിരുന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അതുവഴിയായിട്ട് വലിയൊരു ജീവിത സാക്ഷ്യമാണ് അവർ തമ്മിൽ നൽകുന്നത്, സഹോദരങ്ങൾ തമ്മിൽ നൽകുന്നു, കുഞ്ഞുമക്കൾക്ക് നൽകുന്നു. അതുവഴിയായിട്ട് ഇവിടെ ആയിരിക്കുന്ന ഈ സമൂഹത്തിന്, ഈ ഇടവകയ്ക്കെല്ലാം നൽകുന്ന സാക്ഷ്യം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലൂടെ, ആ കൂട്ടായ്മയിലൂടെ, ഒത്തൊരുമയിലൂടെ ജീവിതസാക്ഷ്യം നൽകുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാം. അമ്മച്ചി, ഞങ്ങൾ കടുകുമണി അപ്പസ്തലോയി കൂട്ടുകാർ ഇന്ന് അമ്മച്ചിയോടൊത്തായിരിക്കുകയാണ്. കുടുംബങ്ങളിൽ എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത് എന്നതിനെപ്പറ്റി ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഭവനത്തെപ്പറ്റി, അമ്മച്ചിയെപ്പറ്റി, അമ്മച്ചിയുടെ മക്കളെപ്പറ്റി, കുഞ്ഞുമക്കളെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഒന്നിച്ച് വരുന്നു, സ്നേഹിക്കുന്നു, സ്നേഹം പങ്കിടുന്നു, ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും കടുകുമണി അപ്പസ്തലോയിലൂടെ മറ്റു മക്കളിലേക്കും എങ്ങനെയാണ് ഈ ഭവനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭവനത്തിൽ അമ്മച്ചിയും മക്കളും കുഞ്ഞുമക്കളും എല്ലാവരോടും കൂടി എല്ലാ മാസവും ഒന്നിച്ച് വന്ന് പരസ്പരം ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഈ കുഞ്ഞു കൂട്ടുകാർ കൂടി അമ്മച്ചിയുടെ ഈ അനുഭവം എങ്ങനെയാണ് ഈ കുടുംബത്തിൽ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി, ഈ മക്കളെ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി, ദൈവത്തിൻ്റെ പാതയിൽ നയിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് അമ്മച്ചി പരിശ്രമിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമാണ് ഇന്ന് ഈ കടുകുമണി കൂട്ടുകാർ അമ്മച്ചിയോടൊത്തായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ അമ്മച്ചിയോട് ചോദിക്കാനുള്ളത്, അമ്മച്ചിയുടെ അനുഭവം പറയുമ്പോഴേക്കും എന്താണ്, പ്രത്യേകിച്ച് ഈ ഭവനത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ചു വരുന്നത്, ഈ മക്കളെയൊക്കെ വിശ്വാസത്തിൽ, ഇപ്പം നോക്കി എല്ലാ മക്കളും കുഞ്ഞുമക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവരെയൊക്കെ ഒന്നിച്ചു കൂട്ടുന്നത് അമ്മച്ചിക്ക് പറയാൻ പറ്റുമോ? നേരം വെളുത്തേറ്റ് ഒരു കൊന്തയും ചൊല്ലി, മരിച്ച ഒരു 40 ചൊല്ലി, കരണക്കൊന്തയും ചൊല്ലി, പിള്ളേർ ഇവിടെ ഇല്ലാത്ത പിള്ളേർക്കൊക്കെ വേണ്ടി എല്ലാ പിള്ളേർക്കും വേണ്ടി ഞാൻ അപേക്ഷിച്ച് അത് കഴിഞ്ഞ് അടുക്കളയോട്ട് പോവുള്ളൂ. തീർച്ചയായിട്ടും അമ്മച്ചി പറയുകയുണ്ടായി, നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് അമ്മച്ചി ഈ ജീവിതം ആരംഭിക്കുന്നത്. ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയിലൂടെയാണ്. ഇവിടെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ദൂരെ ജോലി സ്ഥലങ്ങളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അമ്മച്ചി ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞു. അതാണ് തീർച്ചയായിട്ടും ഈ ഭവനത്തിൻ്റെ സന്തോഷം, ഈ ഭവനത്തിൻ്റെ അഭിവൃദ്ധി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളർന്നു വരുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അമ്മച്ചി, അടുത്തതായിട്ട് ഇതിനു വേണ്ടി നിങ്ങൾ എല്ലാ മാസവും ഒന്നിച്ചു കൂടുന്ന കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അമ്മച്ചി ഒന്ന് പറയാമോ? ഒന്നിച്ചു കൂടുന്ന പിള്ളേർ എല്ലാവരും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എല്ലാ മാസവും എല്ലാവർക്കും ഒന്നിച്ച് കൂടണം. എല്ലാ മാസവും ഇവരെല്ലാവരോടും ഒന്നിച്ചു കൂടുന്നു, ഒന്നിച്ച് വന്നതിന് ശേഷം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. നമ്മൾ കണ്ടതാണ് അവരുടെ വിശ്വാസം വളരുവാൻ വേണ്ടി
ദൈവവചനത്തിൻ്റെ ശക്തിയെപ്പറ്റി കണ്ടതാണ്. അപ്പോൾ ഇവർ ഒന്നിച്ച് വരുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സുവിശേഷം വാദിച്ചു, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവർ വീണ്ടും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. കുറേ നേരം സംസാരിക്കണം. അപ്പം നമുക്കറിയാം, ഒരു മാസത്തിനിടയ്ക്ക് ഓരോ കുടുംബത്തിലും ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. കുറവുകളുണ്ടെങ്കിൽ പരസ്പരം തിരുത്തുകയാണ്. ഇതാണ് എപ്പോഴും വിശ്വാസത്തിലേക്ക് വരുവാൻ വേണ്ടി ഇവരെ ഓരോരുത്തരെയും ഈ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവഴിയായിട്ടുണ്ടാകുന്ന ജീവിത സാക്ഷ്യം നമുക്കറിയാം. ഈ അമ്മച്ചി നൽകുന്ന സാക്ഷ്യം അത് തീർച്ചയായിട്ടും മക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് മക്കൾ വിശ്വാസത്തിലേക്ക് വന്നത്. അത് കുഞ്ഞുമക്കൾ അതിനേക്കാൾ വിശ്വാസത്തിലേക്ക് വളർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭവനത്തെ പറ്റി പറയുകയാണെങ്കിൽ 2 മക്കൾ സന്യാസീവത്തിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. 2 കുഞ്ഞുമക്കൾ, ഒരാൾ ഓൾറെഡി സിസ്റ്ററായി, അടുത്തൊരു കുഞ്ഞുമകൻ അച്ഛനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം വിശ്വാസത്തിലേക്കും ദൈവത്തോട് ചേർന്ന് നിന്ന് വളരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടായ്മയാണ് വിശ്വാസത്തിൽ വളരുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും രാജചേട്ടനുണ്ട്, ജോസേട്ടനുണ്ട്. നമുക്കറിയാം, ഈ ഓരോ മാസവും കൂടുന്നത് വഴിയായിട്ട് നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല മാതൃക. രാജചേട്ടൻ എന്നാ പറയുന്നതിനെ പറ്റി? മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മാതൃകയും പിന്നെ നമ്മൾ തമ്മിലുള്ള ഒരു ആശയം, എല്ലാവരുമായിട്ടുള്ള ഒരു ആശയം കൈമാറ്റവും പിന്നെ നമ്മുടെ ഒരു സ്നേഹം. തീർച്ചയായിട്ടും. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രേക്ഷകരെ, നമുക്കറിയാം, എല്ലാ ദിവസവും എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്ന വഴിയായിട്ട് ഇവർക്ക് ലഭിക്കുന്ന പ്രചോദനം, പരസ്പരം ആശയങ്ങൾ കൈമാറുവാൻ വേണ്ടി, സ്നേഹത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി കുഞ്ഞുമക്കൾക്ക് നല്ലൊരു മാതൃക നൽകാൻ പറ്റുന്ന ആണ് ഈ ഒരു മാസത്തെ എല്ലാ മാസത്തെയും ഒത്തുചേരൽ എന്ന് പറയുകയുണ്ടായി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. യേശുവിനെ മറ്റുള്ളവർ കൊടുക്കുന്ന സാക്ഷ്യം. യേശു ഈ ലോകത്തേക്ക് വന്നത് പരസ്പരം സ്നേഹം വയ്ക്കുവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ്, പരസ്പരം സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സ്നേഹം ഈ ഭവനത്തിൽ, കുടുംബത്തിലാണ് ഇവർ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുമക്കൾ ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അതുവഴിയായിട്ട് യേശുവിന് സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുമകൾ ഏഞ്ചൽ ഇവിടെയുണ്ട്. ഏഞ്ചലിനോട് നമുക്ക് ചോദിക്കാം, ഏഞ്ചലിൻ്റെ അനുഭവം എന്താണ്? ഇങ്ങനെ ഒന്നിച്ച് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരോടും ഒന്നിച്ച് വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഇടയ്ക്ക് അമ്മച്ചിയുടെ അടുത്ത് വരുന്നു, അമ്മച്ചിയോടൊപ്പം ആയിരിക്കുന്നു. ഏഞ്ചൽ എന്നാ പറയുന്നത് അതിനെപ്പറ്റി? ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഭയങ്കര സന്തോഷം ലഭിക്കാറുണ്ട്. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ചേട്ടായിമാരും ചേച്ചിമാരും തിരുത്താറുണ്ട്. നല്ല വഴിക്ക്, നല്ല നേർവഴിയായ വഴിക്ക് ഞങ്ങളെ നടത്താറുണ്ട്. പിന്നെ എല്ലാവരും ഒന്നിച്ചു കൂടുമ്പം അതിൻ്റേതായ സന്തോഷം കുടുംബത്തിന് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. കടുകുമണി കൂട്ടുകാരെ, എത്ര മനോഹരമായിരിക്കുന്നു ഏഞ്ചൽ പറഞ്ഞ കാര്യങ്ങൾ. ഒന്നിച്ച് കൂടുമ്പോൾ പരസ്പരം തിരുത്തുന്നു, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു, സന്തോഷത്താൽ നിറയുന്നു. അതോടൊപ്പം തന്നെ അമ്മച്ചിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക്, കാരണന്മാരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് പറഞ്ഞു തരുന്ന കഥകൾ, ദൈവാനുഭവങ്ങൾ, വിശ്വാസത്തിൽ വളരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഇതാണ് ജീവിത സാക്ഷ്യത്തിന് ഏറ്റവും നല്ല മാതൃക. കുടുംബത്തിലെ മാതാപിതാക്കന്മാർ നൽകുന്ന മാതൃക, ആ ജീവിത സാക്ഷ്യം, മക്കൾക്കുണ്ടാകുന്ന പ്രചോദനം, അതാണ് ഇപ്പോൾ ഏഞ്ചലിലൂടെ നമ്മൾ കേട്ടത്. അല്ലെങ്കിൽ രാജുചേട്ടനോട് നമ്മൾ കേട്ടത് അത് തന്നെയാണ്. ഒന്നിച്ചു വരുന്നത്, ആ മക്കൾ നൽകിയ മാതൃക, ആ മാതാപിതാക്കൾ നൽകിയ മാതൃക, മക്കൾക്ക് കൊടുക്കുന്ന മാതൃക. ഇതാണ് ജീവിത സാക്ഷ്യം എന്ന് നമ്മൾ പറയുന്നത്. കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യം. അമ്മച്ചി, അവസാനമായിട്ട് കടുകുമണി കൂട്ടുകാരോട്, പ്രേക്ഷകരോട് അമ്മച്ചിയുടെ അനുഭവത്തിൽ നിന്ന് എന്ത് പറയണം? ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒന്നിച്ച് എല്ലാവരും കൂടി, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച്, എല്ലാവരും സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും വീടുകളിൽ പോവുക. എല്ലാ മനുഷ്യരും എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നാണ് എൻ്റെ ഉദ്ദേശം ഇരിക്കുന്നത്. അല്ലേ? പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നാം ആയിരിക്കുന്നത് പാലാ രൂപതയിലെ പ്രവിത്താനം ഇടവകയിലാണ്. നമുക്കറിയാം, എങ്ങനെ യേശുവിനെ സാക്ഷികളാകാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ആഹ്വാനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, എനിക്ക് സാക്ഷികളാകുവിൻ എന്നത്. ഒരു ഇടവകയിലായിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ സാക്ഷികളാകാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഈ ഇടവകയിലായിരുന്നു കൊണ്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നതും അതുതന്നെയാണ്. പാലാ രൂപതയിലെ പ്രവിത്താനം ഇടവക നമുക്കറിയാം, കാരുണ്യ പ്രവർത്തികൾ കൊണ്ട്, ഭക്ത സംഘടനകളുടെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിമിത്തവും അതോടൊപ്പം തന്നെ പാരമ്പര്യം കൊണ്ടും അറിയപ്പെടുന്ന ഒരു ഇടവകയാണ്. കാരുണ്യവർഷത്തിൽ അനേകം കാരുണ്യ പ്രവർത്തികൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ഭവനങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട്, രോഗികളെ സംരക്ഷിച്ചുകൊണ്ട്, ഭക്ത സംഘടനയിൽ പ്രത്യേകിച്ച് യുവാക്കൾ, മിഷൻ ലീഗ് അംഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സഭയിൽ അറിയപ്പെടുന്ന ഒരു ഇടവകയാണ്. ഇന്ന് നമ്മളോട് എങ്ങനെയാണ് ഇടവകയിൽ നിന്ന്, ഒരു ഇടവകയിൽ അംഗമായിരുന്നു കൊണ്ട്, പ്രത്യേകിച്ച്
കടുകുമണി കൂട്ടുകാർക്ക് യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത് എന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനാണ്. അച്ഛനാണ് നമുക്കറിയാം ഈ ഇടവകയിലെ സംഘടനകളെ നയിക്കുന്നത്, കാരുണ്യ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഇന്ന് അച്ഛൻ നമ്മളോട് പങ്കുവയ്ക്കും. നമുക്ക് അച്ഛനെ ശ്രവിക്കാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, നമ്മളിന്നായിരിക്കുന്നത് പിറവിത്താനം സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിലെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനോടൊപ്പമാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെ യേശുവിന് സാക്ഷികളാകണം എന്നതിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവകയിൽ, ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ എങ്ങനെ യേശുവിന് സാക്ഷികളാകാൻ സാധിക്കും എന്നതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവകയിലായിരുന്നു കൊണ്ട് കടുകുമണി കൂട്ടുകാരെ നമുക്ക് എങ്ങനെ യേശുവിന് സാക്ഷികളാകാം എന്നാണ് ഈ ഇടവകയിലൂടെ, ഈ പ്രവേദാനത്ത് സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കാരണം അനേകം പ്രവർത്തികളുടെ കാരുണ്യ പ്രവർത്തികളുണ്ട്, അതോടൊപ്പം തന്നെ ഭക്തസംഘടനകളുള്ള ഭാഗഭാഗിത്വമുണ്ട്, പരിശുദ്ധ കുർബാനയിലുള്ള ഭാഗഭാഗിത്വം, കുടുംബ കൂട്ടായ്മകൾ, അനേകം പ്രവർത്തികൾ കൊണ്ട് അറിയപ്പെടുന്ന ഇടവകയാണ് പ്രവേദാനം സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവക. ബഹുമാനോട് ജോർജസിനാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അച്ഛൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് എങ്ങനെയാണ് ഈ ഇടവകയിൽ ആയിരുന്നു കൊണ്ട് ഇവിടുത്തെ കൂട്ടുകാർ, കുഞ്ഞു കുട്ടികൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടവകക്കാർ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ജോർജ ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാണ്. പാലാരൂപതയുടെ ചരിത്രപ്രധാനമായ പള്ളികളിലൊന്നാണ് പ്രവിത്താനം എന്ന് പറയുന്നത്. ഏറെ പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. 1660 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഇവിടെ വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള വണക്കം കൂടുതലായി പ്രസിദ്ധമാണ്. ഈ ഇടവക പാരമ്പര്യത്തിൻ്റെ പേരിലും ശക്തമായ വിശ്വാസത്തിൻ്റെ പേരിലും അറിയപ്പെടുന്ന ഒരു ഇടവകയാണ്. കാരുണ്യവർഷത്തോടനുബന്ധിച്ച് കൂടുതൽ സജീവമായി കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടാൻ ഈ ഇടവകയ്ക്ക് സാധിച്ചു. അന്യമതത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. ഏതാണ്ട് 400-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സൺഡേ സ്കൂള് ഈ ഇടവകയ്ക്കുണ്ട്. സൺഡേ സ്കൂളിലെ കുട്ടികൾ കൃത്യമായി വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടുകയും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 50 നോമ്പിൽ ഏതാണ്ട് 75-ലധികം കുട്ടികൾ എല്ലാ ദിവസവും പള്ളിയിൽ വരികയും നന്നായി തന്നെ നോമ്പിനായി ഒരുങ്ങി അവർ കാത്തിരിക്കുകയും ചെയ്തു. തന്നെയുമല്ല, മിഷൻ ലീഗ് എന്ന സംഘടന ശക്തമാണ് ഇവിടെ. കഴിഞ്ഞ ജനുവരിയിലാണ് പ്രവിത്താനം ഒരു ഫൊറോനായി ഉയർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മേഖലയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഇടവക കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ശക്തമായൊരു മേഖലാ സമിതി മിഷൻ ലീഗിലും ഇവിടെ പ്രസിദ്ധമാണ്. മിഷൻ ലീഗിലെ കുട്ടികൾ മിഷനെ സഹായിക്കാനായിട്ട് ടിൻ കളക്ഷൻ നടത്തുകയും തൽഫലമായി സമാഹരിക്കുന്ന തുക സത്തന രൂപതയിലെ ഒരു ഇടവകയിൽ അവർ ഓരോ വർഷവും നൽകുകയും ചെയ്യുന്നു. കൂടാതെ സാധുക്കളായ കുട്ടികൾക്ക് യൂണിഫോമിനും പുസ്തകങ്ങൾക്കും കുടകൾക്കുമുള്ള തുക അവർ കണ്ടെത്തി നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഇടവകയുടെ മറ്റ് ചാരിറ്റി പരമായ പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾ തങ്ങളാലാവും വിധം സാമ്പത്തികമായും അതിലുപരി പ്രാർത്ഥനയിലൂടെയും വലിയ സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈശോയെ അറിയുവാനും അറിഞ്ഞ ഈശോയെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും ഈ ഇടവകയിലെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന താല്പര്യം അന്യാദൃശമാണ്. തന്നെയുമല്ല, മറ്റ് കുട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ അച്ചടക്കത്തോടുകൂടി പെരുമാറാനും പള്ളിയിൽ കുലീനമായ വേഷവിധാനത്തോടുകൂടി കടന്നു വരുവാനും ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ആധുനിക യുഗത്തിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ്. മിതമായ വസ്ത്രധാരണം, അച്ചടക്കത്തോടുകൂടിയുള്ള പെരുമാറ്റം, ഇതെല്ലാം ഇന്നത്തെ യുവജനങ്ങളിൽ കുറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിലും വേണ്ടത്ര നിഷ്കർഷ പുലർത്തുന്നുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഞങ്ങൾ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ കാരുണ്യ വർഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ എല്ലാം സഹായത്തോടുകൂടി ഒരു ഭവനം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. ഞങ്ങളുടെ മതാധ്യാപികയായ സുനു എന്ന ഒരു ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ
മറ്റൊരു ഭവനം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഒരു വേദപാഠ അധ്യാപിക സ്വന്തം റിസ്കിൽ മറ്റു വീടുകളിൽ പോയി പണം സമാഹരിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു അധ്യാപിക അവരുടെ സ്വത്തിൽ ഒരു പങ്ക് 3 സെൻറ്റ് സ്ഥലം ദാനം ചെയ്ത് ആ സ്ഥലത്ത് ഞങ്ങളൊരു ഭവനം നിർമ്മിക്കുകയും ചെയ്യുകയാണ്. അവിടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സഹായ സഹകരണങ്ങൾ നിർലോഭമായി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ വിധത്തിലെല്ലാം തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കടുകുമണി കൂട്ടുകാരെ, പ്രേക്ഷകരെ, എങ്ങനെയാണ് ഈ ഇടവകയിലായിരുന്നു കൊണ്ട് യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത്? ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് ജോർജ് അച്ഛൻ പറഞ്ഞത് കേട്ടതാണ്. പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികളൊക്കെ പങ്കുചേർന്നുകൊണ്ട് ജീവിത രീതിയിലൂടെ വസ്ത്രധാരണത്തിൽ കൂടെ പോലും ആണ് അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇടവകയിലായിരുന്നുകൊണ്ട് എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകാൻ സാധിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ നമ്മളോട് പറഞ്ഞു തരികയുണ്ടായി. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് ഈ പ്രവിത്താനം ഇടവകയും ഇവിടുത്തെ പ്രവർത്തനങ്ങളും. ഇവിടുത്തെ ബഹുമാനപ്പെട്ട വികാരിച്ചനും ജോർജ് അച്ഛനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സന്യസ്തരും ചേർന്ന് നമുക്ക് നൽകുന്ന മനോഹരമായ മാതൃക തീർച്ചയായിട്ടും യേശുവിന് സാക്ഷ്യം നൽകാൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ, അവസാനമായിട്ട് ഒരു ചോദ്യം. നമുക്കറിയാം ഇത്രമാത്രം അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് ഈ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ട് യേശുവിനെ എങ്ങനെയാണ് സാക്ഷ്യം നൽകേണ്ടത് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കടുകുമണി കൂട്ടുകാർക്കായി ഒരു സന്ദേശം. സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് കൂടുതലായി ഈശോയെ അറിയുവാനും അറിഞ്ഞ ഈശോയെ പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കടുകുമണി കൂട്ടുകാരെ, നമുക്ക് വളരെ പ്രയോജനപ്രദമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത്. എങ്ങനെയാണ് യേശുവിന് സാക്ഷ്യം നൽകേണ്ടത് എന്ന് നമ്മൾ കണ്ടു, അനുഭവിച്ചു, അച്ഛനിൽ നിന്ന് ശ്രവിച്ചു. പ്രിയ കൂട്ടുകാരെ, പ്രേക്ഷകരെ, ഇന്ന് ഈ പ്രവിത്താനം ഇടവകയിൽ നിന്ന് നമുക്ക് ലഭിച്ച സന്ദേശം ജീവിത സാക്ഷ്യത്തിന് ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല അവസരം ഇടവകയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഇടവകയിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും യേശു നമുക്ക് നൽകിയ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇടവകയിലെ വികാരീശന്മാരോട് സന്യസ്തരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യേശുവിനെ സാക്ഷ്യം നൽകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ ഈ നിമിഷങ്ങൾ ഞങ്ങളോടൊത്തായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പ്രത്യേകിച്ച് അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ നല്ല ഉപദേശവും അതോടൊപ്പം തന്നെ അച്ഛൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ച് തരികയും ചെയ്തതിന് ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ, കടുകുമണി കൂട്ടുകാരുടെ പേരിൽ പ്രത്യേകം നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കടുകുമണി കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നാം മിഷനെ അറിയുകയും മിഷനെ സ്നേഹിക്കുകയും ചെയ്തു. ഈ എപ്പിസോഡിൽ എങ്ങനെയൊരു നല്ല മിഷണറി ആകാം എന്നാണ് നാം പഠിച്ചത്. അതിനുവേണ്ടി നാം ഒരു ഇടവകയും ഒരു ഭവനവും സന്ദർശിക്കുകയുണ്ടായി. ആ എക്സ്പീരിയൻസസ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങളെ ഭവനത്തിൽ പോയപ്പോൾ അവിടെ ഒരമ്മച്ചിയും കുറേ മക്കളും ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ പല അനുഭവങ്ങളും പങ്കുവെച്ചു. അതിൽ അവരൊരുമിച്ച് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാ മാസവും ഒരുമിച്ച് ഒത്തൊരുമിച്ച് കൂടുന്നതും പള്ളികളിൽ പോകുന്നതും ഈ കുടുംബം വഴി ഈ സമൂഹത്തിന് ഈശോനെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അത് അനുഭവിച്ചറിയാൻ സാധിച്ചു. എല്ലാവർക്കും അതൊരു പ്രചോദനമായി. അപ്പോൾ ഒരു ഭവനത്തിലൂടെ ഭവനത്തിൻ്റെ ഐക്യവും അതിലൂടെ എങ്ങനെ പ്രേക്ഷിതരാകാം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇടവകയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബ കൂട്ടായ്മകൾ വഴിയായും പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുന്നത് വഴിയും വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് വഴിയായിട്ടുമൊക്കെ ഒരു വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രണ്ട് എക്സ്പീരിയൻസസും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയോ? ഓക്കെ, ഇതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രേക്ഷിത യാത്ര ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രേക്ഷിത യാത്ര നമുക്ക് തുടരാം. കൂടുതൽ മിഷൻ മേഖലകൾ സന്ദർശിച്ചുകൊണ്ടും കൂടുതൽ അനുഭവങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടും നമുക്ക് മുന്നേറാം. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.
കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകു